Everyone, today we are discussing about the last chapter in human resource management, that is grievance redressal. First we want to understand uh, first we want to know about what is grievance. എന്താണ് ഗ്രിവൻസ് എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഗ്രിവൻസ് റിഡ്രസൽ എന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. Grievance is a formal expression of dissatisfaction about work situation usually by an individual employee, but it may sometimes be initiated by a group of employees or a union acting on their behalf. Thus, grievance is a complaint from individual workers or group of workers alleging a violation of the term of workplace agreement. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഫോമലായിട്ട് അവരുടെ വർക്കിംഗ് സിറ്റുവേഷനിലുണ്ടാവുന്ന അല്ലെങ്കിൽ വർക്കിംഗ് കോൺട്രാക്റ്റിൽ ഉണ്ടാവുന്ന പിഴവുകൾ അല്ലെങ്കിൽ വയലേഷൻ ഉണ്ടാകുമ്പോൾ വർക്കിംഗ് കോൺട്രാക്റ്റിൽ ഉണ്ടാവുന്ന വയലേഷൻ ഉണ്ടാകുമ്പോഴാണ് ഗ്രിവൻസ് എന്ന് പറയുന്നത് പുറപ്പെടുന്നത്, അതായത് പരാതി. ആ ഗ്രിവൻസ് എന്ന് പറയുന്നത് ഈസ് എ ഫോർമൽ എക്സ്പ്രഷൻ. അത് എന്താണ്? ഫോർമൽ എക്സ്പ്രഷനാണ്. ഒരു ഫോമലായിട്ടുള്ള ഫോമിൽ റിട്ടൺ ആയിരിക്കാം, അല്ല വാക്കാലായിരിക്കാം. അത് എന്താണ്? ഒരു വർക്ക് പ്ലേസിലുണ്ടാവുന്ന വയലേഷനെതിരെ, ടേംസ് ഓഫ് കണ്ടീഷനിൽ, വർക്കിംഗ് കോൺട്രാക്റ്റിൽ ഉണ്ടാവുന്ന ടേംസ് ഓഫ് കണ്ടീഷനിൽ ഉണ്ടാവുന്ന വയലേഷനെതിരെ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസോ നൽകുന്ന പരാതി അല്ലെങ്കിൽ ഉയർത്തുന്ന പരാതിയെയാണ് ഗ്രിവൻസ് എന്ന് പറയുന്നത്. Okay. According to Daley's Beach, grievance is a dissatisfaction or feeling injustice in connection with one's employment situations that is brought to the attention of management. മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് തൊഴിലിടത്തിൽ താൻ നേരിടുന്ന അനീതിക്കെതിരെ അവരെ അറിയിക്കുന്നതിനെയാണ് ഗ്രിവൻസ് എന്ന് പറയുന്നത് എന്നാണ് ഡാലേയസ് ബീച്ച് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടു ഫണ്ടമെൻ്റൽ ടൈപ്സ് ഓഫ് റിലേറ്റഡ് ഗ്രിവൻസസ്. രണ്ട് ടൈപ്പ് ഓഫ് റിലേറ്റഡ് ഗ്രിവൻസസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഗ്രിവൻ ബിഹേവിയർ, സെക്കൻഡ് വൺ പൊട്ടൻഷ്യലി അൺലോഫുൾ ബിഹേവിയർ. ഓക്കെ, ബിഹേവിയർ വിച്ച് ഡസ് നോട്ട് contravene any laws, legislation or common laws such as interpersonal conflict, inappropriate behavior, inconsistent application of policy and procedure. ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. അതായത് വിച്ച് ഡസ് നോട്ട് contravene any laws, legislation or common laws such as interpersonal conflict കൊണ്ട് ഉണ്ടാകുന്ന ഗ്രിവൻസസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ കൊണ്ടുണ്ടായിരിക്കുന്ന അതിനെയാണ് ബിഹേവിയറൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പൊട്ടൻഷ്യലി അൺലോഫുൾ ബിഹേവിയർ. പൊട്ടൻഷ്യലി അൺലോഫുൾ ബിഹേവിയർ ഇൻക്ലൂഡ്സ് ഡിസ്ക്രിമിനേഷൻ, ഹറാസ്മെൻറ്റ് ഓൺ ഗ്രൗണ്ട് ഓർ പ്രൊഹിബിറ്റഡ് ബൈ ലോ കൊണ്ട് നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തൊഴിലിടത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ, അതായത് സെക്ഷൽ ഹറാസ്മെൻറ്റ്, അതേപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, കളർ, അതിനെല്ലാം പൊട്ടൻഷ്യലി അൺലോഫുൾ ബിഹേവിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കോസസ് ഓഫ് ഗ്രിവൻസസ്. എന്തൊക്കെയാണ് ഗ്രിവൻസസിൻ്റെ കാരണങ്ങൾ? ഗ്രിവൻസസ് ഉണ്ടാവാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇഷ്യൂസ് ദാറ്റ് മേ കോസ് ഗ്രിവൻസസ് ഇൻക്ലൂഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയീസ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഗ്രിവൻസസ് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾ, മൊത്തം കാര്യങ്ങൾ 4 ആയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുകയാണ്. ഗ്രിവൻസസ് അറൈസിങ് ഔട്ട് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടാവുന്ന ഗ്രിവൻസസ്. ഫസ്റ്റ് വൺ ഇസ് പൂർ ഫിസിക്കൽ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് വർക്ക് എൻവിയോൺമെൻറ്റിൽ ഉണ്ടാവുന്ന പൂറായിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻസ്. നെക്സ്റ്റ് ഇസ് നോൺ അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ടൂൾസ് ആൻഡ് മെഷീൻസ്. നമ്മളുടെ തൊഴിൽ ചെയ്യാനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ലായിരിക്കുക. ഫെയിലിയർ ടു മെയിൻറ്റെയിൻ ഗുഡ് ഡിസിപ്ലിൻ. നമ്മുടെ തൊഴിലിടത്തിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുക. അതേപോലെ തന്നെ മിസ്മാച്ച് ഓഫ് ദ വർക്കർ വിത്ത് ദ ജോബും അതായത് തൊഴിലാളിയുടെ സ്കില്ലും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ജോബും തമ്മിൽ മിസ്മാച്ച് ആവാം. അത്
റൈറ്റ് പേഴ്സണെ അല്ല റൈറ്റ് ജോബിൽ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഗ്രിവൻസസിന് കോസായിട്ടുള്ള വെരി ഹൈ പ്രൊഡക്ഷൻ ടാർഗറ്റ് വളരെ കൂടുതലായിരിക്കുക. ഒരു എംപ്ലോയിക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത തരത്തിൽ കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷൻ ടാർഗറ്റ് കൊടുക്കുക, പുവർ റിലേഷൻഷിപ്പ് വിത്ത് സൂപ്പർവൈസർ, ഇത്രയും കാര്യങ്ങൾ കൊണ്ടെല്ലാം ഗ്രിവൻസസ് വർക്കിംഗ് കണ്ടീഷൻസിൽ ഉയർന്നു വരാറുണ്ട്. നെക്സ്റ്റ് ഈസ് ഗ്രിവൻസസ് അറൈസിങ് ഫ്രം മാനേജ്മെൻറ്റ് പോളിസി. നമ്മുടെ ഓർഗനൈസേഷൻ്റെ, നമ്മുടെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് പോളിസി കൊണ്ടുണ്ടാകുന്ന ഗ്രിവൻസസ് അല്ലെങ്കിൽ പരാതികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തിൽ നിന്നൊക്കെയാണ്? വേജ് റേറ്റ്സ് ആൻഡ് മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ്. വേജ് റേറ്റ്, അതായത് ഇപ്പോൾ പീസ് റേറ്റിനാണ് നമ്മൾ വേജ് കൊടുക്കുന്നതെങ്കിൽ ആ പീസ് റേറ്റിന് ഫീസിബിളായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റേറ്റ് കൊടുക്കാതിരിക്കാം. അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ്, കൂടുതൽ തൊഴിലാളികൾക്ക് ഗുണകരമാകുന്നത് ടൈം റേറ്റ് സിസ്റ്റം ആണെങ്കിൽ മാനേജ്മെൻറ്റ് പീസ് റേറ്റ് സിസ്റ്റത്തിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റും അതുപോലെ തന്നെ വേജ് റേറ്റ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് ഗ്രീവൻസസ് ഉണ്ടാകും. ഓവർ ടൈം ആൻഡ് ഇൻസെൻറ്റീവ്. ഓവർ ടൈമിന് ഇൻസെൻറ്റീവ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻസെൻറ്റീവിൻ്റെ കുറവ് കൊണ്ട് ഗ്രീവൻസസ് ഉണ്ടാവാറുണ്ട്. പിന്നെ സീനിയോറിറ്റി നിശ്ചയിക്കുന്നതിൽ, അതായത് ചിലത് ഏജിൻ്റെ ഇതിലായിരിക്കാം അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ഇതിലായിരിക്കാം. അപ്പോൾ അവിടെ സീനിയോറിറ്റി നിശ്ചയിക്കുന്നതിൽ ഗ്രിവൻസസ് ഉണ്ടാകും. ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ, ഡിസ്ചാർജ്, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കരിയർ ഡെവലപ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ കൊണ്ടെല്ലാം ഗ്രിവൻസസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് പോളിസി പ്രകാരം. നെക്സ്റ്റ് ഇസ് ഗ്രിവൻസസ് അറൈസ് ഫ്രം വയലേഷൻ ഓഫ് കളക്റ്റീവ് ബാർഗെയിൻ അഗ്രിമെൻറ്റ്. തൊഴിലാളികളുടെ, എംപ്ലോയീസിൻ്റെ കളക്റ്റീവായിട്ടുള്ള അവരുടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കളക്റ്റീവായിട്ടുള്ള ബാർഗെയിനിങ്, ആ ഒരു ടൈമിൽ ഗ്രിവൻസസ് ഉണ്ടാവാറുണ്ട്. കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻ തൊഴിലാളികൾക്കെതിരാകുമ്പോൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എംപ്ലോയീസിനെതിരാകുമ്പോൾ അവിടെ എന്താണുണ്ട്? ഗ്രിവൻസസ് ഉണ്ടാവാറുണ്ട്. പാസ്റ്റ് പ്രാക്ടീസ്, സെൻട്രൽ ഓർ സ്റ്റേറ്റ് ലോസ്, സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും, അതായത് കേന്ദ്ര സംസ്ഥാന ഫെഡറൽ സംവിധാനത്തിലാണെങ്കിൽ ഗവൺമെൻറ് ലോസ് കൊണ്ട്, നിയമങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗ്രിവൻസസ്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഇറസ്പോൺസിബിലിറ്റികൾ കൊണ്ടുണ്ടാകുന്ന ഗ്രിവൻസസ്. നെക്സ്റ്റ്, ഗ്രിവൻസസ് അറൈസിങ് ഔട്ട് ഓഫ് പേഴ്സണൽ മാലഡ്ജസ്റ്റ്മെൻറ്റ്, ഓവർ അംബിഷൻ, എക്സസീവ് ഓഫ് സെൽഫ് എസ്റ്റീംസ്, ഇമ്പാർഷ്യൽ, അതായത് പേഴ്സണലായിട്ട് നമ്മൾ അമിതമായിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ അമിതമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന കാര്യങ്ങൾ. നമ്മൾ ഓവറായിട്ട് അംബീഷ്യസ് ആവുക, എക്സസീവ് ഓഫ് സെൽഫ് എസ്റ്റീം, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമ്മൾ പ്രവർത്തിക്കുക. ഇപ്പോൾ ഇംപ്രാക്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ടു ലൈഫിലെ ഇംപ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൊണ്ടെല്ലാം ഗ്രിവൻസസ് ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ഇസ് ഗ്രീവൻസസ് റിഡ്രസൽ. എന്താണ് ഗ്രീവൻസ് റിഡ്രസൽ എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. വാട്ട് ഈസ് ഗ്രീവൻസ് റിഡ്രസൽ? വൈൽ ദ ടേം ഗ്രീവൻസ് റിഡ്രസൽ പ്രൈമർലി കമ്പോസ്ഡ് ദ റിസീവ്ഡ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് കംപ്ലൈൻറ്റ്സ് ഫ്രം എംപ്ലോയീസ് ഓർ വർക്കേഴ്സ്, എ വൈഡർ ഡെഫിനിഷൻ ഇൻക്ലൂഡ്സ് ആക്ഷൻ ടേക്ക് ഓൺ എനി ഇഷ്യൂ റൈസ്ഡ് ബൈ ദം അവൈൽ സർവീസ് മോർ എഫക്റ്റീവ്ലി. ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ ഒരു പരാതി അല്ലെങ്കിൽ അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻസ്, കംപ്ലൈൻറ്റുകൾ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് എതിരെ എടുക്കുന്ന ആക്ഷൻസ്, നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറയുന്നത്. അതായത് അഫക്റ്റീവായിട്ട് സർവീസ് മോർ എഫക്റ്റീവായിട്ട് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ റേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ്. ഇനി ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എങ്ങനെയാണ് പരാതി, ഗ്രീവൻസിനെതിരെയുള്ള ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതാണ്. എംപ്ലോയി ഗീവ്സ് റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഗ്രീവൻസസ്. അതായത് ഫസ്റ്റ് എംപ്ലോയിയുടെ അടുത്ത് നിന്ന് നമ്മൾക്ക് പരാതി അല്ലെങ്കിൽ അവരുടെ കംപ്ലൈൻറ്റ്, അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ നമ്മൾക്ക് എഴുതി കിട്ടും അല്ലേ, റിട്ടൺ ഫോമിൽ എഴുതി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് മീറ്റിംഗ് ഈസ് ഹെൽഡ്. ഫസ്റ്റ് നമ്മൾ
എംപ്ലോയി ഗിവ്സ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രീവൻസസ് അല്ലേ. അതായത് ദ എംപ്ലോയി മസ്റ്റ് എക്സ്പ്ലെയിൻ ദ ഗ്രീവൻസസ് ഇൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വേർ ദ ഗ്രീവൻസസ് ഈസ് എഗെയിൻസ്റ്റ് ദ ലൈൻ മാനേജർ. ദ മാറ്റർ ഷുഡ് ബി റൈസ്ഡ് വിത്ത് മോർ സീനിയർ മാനേജർ ഇഫ് ദർ ഇസ് വൺ. അതായത് ലൈൻ മാനേജർക്കെതിരെ അല്ലെങ്കിൽ സൂപ്പർവൈസർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് എന്തിനെതിരെയാണോ അവരുടെ ഗ്രീവൻസസ് ഉള്ളത് അത് റിട്ടേൺ ഫോമിൽ നൽകുക എന്നുള്ളതാണ് എംപ്ലോയി ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ നമ്മൾക്ക് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതി, ഒരു കംപ്ലയിൻറ്റ്, ഗ്രീവൻസ്, ഡിസാറ്റിസ്ഫാക്ഷൻ ലഭിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് മീറ്റിംഗ് ഈസ് ഹെൽഡ് ആൻഡ് എംപ്ലോയർ ഇൻഫോം ദ എംപ്ലോയി ഓഫ് ദ ഔട്ട്കം. അതായത് ഹോൾഡ് ദ മീറ്റിംഗ് വിത്ത് എംപ്ലോയി ഇഫ് റെലവൻറ്റ് ദെയർ കൊളീഗ്, ഇൻഫോം ദ എംപ്ലോയി ഓഫ് എനി ഡിസ്കഷൻ മെയ്ഡ് ആൻഡ് നോട്ടിഫൈ ദം ദെയർ റൈറ്റ് ടു അപ്പീൽ. The employee must appeal to complete the statutory procedure. അതായത് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ എംപ്ലോയിയുമായിട്ട് ആരാണോ ഇങ്ങനൊരു ഗ്രീവൻസ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉയർത്തിയത് അവർക്കെതിരെ അവരോട് എന്ത് ചെയ്യുക, എംപ്ലോയർ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അവരുമായിട്ടൊരു മീറ്റിംഗ് നടത്തി ആ ഒരു പരാതിയിൽ കഴിയുമ്പോണ്ടെങ്കിൽ ഫർദർ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നീക്കി വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെതിരെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് ഈസ് അപ്പീൽ ഇഫ് നെസസറി. ഇഫ് ദ എംപ്ലോയി വിഷസ് ടു അപ്പീൽ എഗെയിൻസ്റ്റ് ദി ഡിസിപ്ലിനറി ആക്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എന്തെങ്കിലും അപ്പീൽ ഉണ്ടെങ്കിൽ അപ്പീലിന് പോവുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് ഗ്രീവൻസ് റിഡ്രസലിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, എംപ്ലോയി ഗിവ്സ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രീവൻസ്, മീറ്റിംഗ് ഈസ് ഹെൽഡ് ആൻഡ് എംപ്ലോയർ ഇൻഫോംസ് എംപ്ലോയി ഓഫ് ദ ഔട്ട്കം. തേർഡ് വൺ, അപ്പീൽ ഇഫ് നെസസറി. നെക്സ്റ്റ് വൺ ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയർ. എന്തൊക്കെയാണ് ഒരു നല്ലൊരു ഗ്രീവൻസ് പ്രൊസീജിയറിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. എന്തായിരിക്കണം? സിമ്പിളായിട്ട്, അതായത് നമ്മൾ ആർക്കാണോ ഈ ഗ്രീവൻസ് റിട്ടേൺ ഫോമിൽ നൽകുന്നത് അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കണം ഇതെന്ത് ചെയ്യേണ്ടത്, വിവരിക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടേൺ, അത് എഴുതിയ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം. കംപ്ലയിൻറ്റ് മസ്റ്റ് ബി ഫുള്ളി ഡിസ്ക്രൈബ്ഡ് ബൈ ദ പേഴ്സൺ വിത്ത് ദ ഗ്രീവൻസ്. നമ്മളുടെ കംപ്ലയിൻറ്റ് ആരാണോ കൊടുക്കുന്നത് അവരുടെ കംപ്ലയിൻറ്റ് കൃത്യമായിട്ട് ഫുള്ളി ഡിസ്ക്രൈബ്ഡ് ബൈ ദ പേഴ്സൺ വിത്ത് ദ ഗ്രീവൻസ്, ആ ഗ്രീവൻസുള്ള ആൾ കൃത്യമായിട്ട് വിവരിച്ചിരിക്കണം എന്നുള്ളതാണ്. ദ പേഴ്സൺ ഷുഡ് ബി ഗിവൺ ദ ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ദി അലിഗേഷൻ എഗെയിൻസ്റ്റ് ദം. അവർക്കെതിരെ നടന്നിട്ടുള്ള അലിഗേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഷുഡ് ബി റിട്ടൺ ആയിരിക്കണം. പ്രൊസീഡിങ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഹോണസ്റ്റ്ലി, ഫെയർലി ആൻഡ് വിത്തൗട്ട് ബയസ്. അതിൻ്റെ പ്രൊസീഡിങ്സ് കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള വേർതിരിവില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കളവില്ലാതെ ഹോണസ്റ്റ്ലി ആയിട്ട്, ഫെയർലി ആയിട്ട്, വിത്തൗട്ട് ബിയേഴ്സ് ആയിട്ട് അതിൻ്റെ പ്രൊസീഡിങ്സ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. പ്രൊസീഡിങ്സ് ഷുഡ് നോട്ട് ബി അൺഡ്യൂലി ഡിലേഡ്. വെറുതെ അതെന്ത് ചെയ്യരുത്, വൈകിക്കരുത് എന്നുള്ളതാണ്. ഡിലേ വരുത്താതെ അതിൻ്റെ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്തായിരിക്കണം, നല്ല രീതിയിൽ നടക്കണം. ഇത്രയെല്ലാം ഇതിൻ്റെ ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എസെൻഷ്യൽ ഓഫ് ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയർ. എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള കണ്ടൻസ് ഒരു നല്ലൊരു ഗ്രീവൻസ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയറിൻ്റെ എസെൻഷ്യൽസ് ആയിട്ടുള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രൊസീജിയർ ഫെയർനെസ്. ദ പ്രോസസ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ഷുഡ് ബി ഫെയർ ആൻഡ് ഇമ്പാർഷ്യൽ. അതായത് ഇതിൻ്റെ ഗ്രീവൻസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫെയർ ആയിരിക്കണം, അതുപോലെ തന്നെ ഇമ്പാർഷ്യൽ ആയിരിക്കണം, ആർക്കും പക്ഷം ചേർന്നിട്ടായിരിക്കരുത്. അതുപോലെ തന്നെ ഫെയർ, സത്യസന്ധതയിൽ, വിശ്വാസ്യതയിൽ ആയിരിക്കണം എന്നതാണ്. ഗ്രീവൻസ് ഷുഡ് ബി ഇൻഫോംഡ് ദ പ്രോസസ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഓഫ് മേക്കിംഗ് ഫോർമൽ റിട്ടേൺ കംപ്ലയിൻറ്റ് ബിഫോർ പ്രൊസീഡിങ്സ് നടക്കുന്നതിന് മുമ്പ്, ഇതിൻ്റെ പ്രക്രിയകൾ നടക്കുന്നതിന് മുമ്പ് ആരാണോ ഗ്രീവൻറ്റ്, ആരാണോ പരാതി കൊടുത്തിട്ടുള്ളത് അവർക്ക് ഇതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം നൽകിയിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് സബ്സ്റ്റൻസ് ഓഫ് ഫെയർനെസ്. ദ ഗ്രീവൻസ് ഹാൻഡ്ലർ ഷുഡ് നോട്ട് അസ്യൂം ഗിൽട്ട്. They should determine that the complaint is substantiated only after hearing from both all sides. അതായത് നമ്മൾ
സംഭവം ഒരു ഭാഗത്ത് നിന്ന് കേട്ടിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്, തീരുമാനം എടുക്കരുത്. സബ്സ്റ്റൻസ് അതിലുള്ള രണ്ട് കക്ഷികളുടെയും പരാതികൾ കേട്ട് ആ പരാതിയിൽ ആയിരിക്കണം നടപടിയെടുക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. എ ഗ്രീവൻസ് ഷുഡ് ബി ഏബിൾ ടു റൈസ് എ കംപ്ലൈൻറ്റ് ആൻഡ് ഗെറ്റ് അഡ്വൈസ് ഇൻ കോൺഫിഡൻറ്റ്. എ കംപ്ലൈൻറ്റ് ഷുഡ് നോട്ട് ബി റെഫേർഡ് എൽസ്വെയർ ഫോർമലി ഇൻവെസ്റ്റിഗേറ്റഡ് വിത്ത് അതേഴ്സ് വിത്തൗട്ട് ഗ്രീവൻറ്റ് കൺസെൻറ്റ്. ഗ്രീവൻറ്റിൻ്റെ ആരാണോ പരാതിക്കാരൻ അവരുടെ കൺസെൻറ്റ് ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യരുത്, ആ പരാതി അന്വേഷിക്കുകയോ കാര്യങ്ങൾ ചെയ്യുക. അവർക്ക് വിശ്വസ്തതയിലുള്ള ആളുകളായിരിക്കണം ഇത് ചെയ്യേണ്ടത്. കോൺഫിഡൻഷ്യാലിറ്റി വേണം. നെക്സ്റ്റ് ഇസ് ടൈം ലൈൻസ്. ഡിലേ ചെയ്യരുത് എന്നുള്ളതാണ്. റെക്കോർഡ് കീപ്പിംഗ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇതിൻ്റെ ഈ ഒരു ഗ്രിവൻസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആ ഒരു ഗ്രിവൻസ് അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാ നടപടിക്രമങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇസ് ട്രാൻസ്പാരൻസി. നെക്സ്റ്റ് ഇസ് ഓപ്പൺനെസ്, ഹോണസ്റ്റി ആൻഡ് ഫെയർ ഡീലിങ്സ്. അതൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് അല്ലേ, റെക്കോർഡ് കീപ്പിംഗ്, ഓപ്പൺനെസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഗ്രീവൻറ്റ് അല്ലേ. ഒരു ഗ്രീവൻ്റ് ആരാണോ പരാതിക്കാരൻ അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. ഫസ്റ്റ്, റൈറ്റ്സ് ഓഫ് ഗ്രീവൻറ്റിൻ്റെ റൈറ്റ് എന്തൊക്കെയാണ്? ഹാവ് ദെയർ ഗ്രീവൻസ് ട്രീറ്റഡ് സീരിയസ്ലി. അവരുടെ പരാതി എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ആ ഒരു ഗ്രീവൻറ്റിൻ്റെ, അതായത് ഒരു ഓർഗനൈസേഷനിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പരാതി റിസോൾവ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ആ ഒരു കംപ്ലൈൻറ്റ് സോൾവ് ചെയ്യുന്നത് വരെ അത് ട്രീറ്റ് ചെയ്യണത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പരാതിയായിട്ട് തന്നെ അത് ട്രീറ്റ് ചെയ്യണം എന്നുള്ള. ഹാവ് ദ മാറ്റർ ഡീൽഡ് വിത്ത് പ്രോംപ്റ്റ്ലി അല്ലേ. നമ്മുടെ മാറ്റർ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. സീക്ക് അഡ്വൈസ്, സപ്പോർട്ട് ആൻഡ് റെപ്രസെൻറ്റേഷൻ ഫ്രം ദെയർ യൂണിയൻ ആർ അതർ സപ്പോർട്ട് പേഴ്സൺസ്. അവർക്ക് വേണ്ടിയിട്ട് ഗ്രീവൻ്റ് ആരാണോ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ യൂണിയനിൽ നിന്ന്, തൊഴിലാളി യൂണിയനിൽ നിന്ന്, അതേപോലെ തന്നെ സപ്പോർട്ട് പേഴ്സണിൽ നിന്ന് അഡ്വൈസ് എന്ത് ചെയ്യാം, കൊടുക്കണം എന്നുള്ളതാണ്. റൈസ് കൺസേൺസ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് സ്റ്റാഫ് മെമ്പർ ആൻഡ് റിസീവ് അഡ്വൈസ് ഇൻ കോൺഫിഡൻസ്. നമ്മുടെ കൺസേൺസ്, നമ്മുടെ പരാതികൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് പറയാനുള്ളതും അവരുടെ അടുത്ത് നിന്ന് അഡ്വൈസ് സ്വീകരിക്കാനുള്ള ഒരു റൈറ്റ് ഗ്രീവൻറ്റിനുണ്ട് എന്നുള്ളതാണ്. ഗിവ് കൺസെൻറ്റ് ബിഫോർ ദയർ കംപ്ലൈൻറ്റ് ഈസ് റെഫേർഡ് ടു അനദർ പേഴ്സൺ ഓർ യൂണിറ്റ്. ഈ ഗ്രീവൻറ്റ് അടുത്തൊരാൾക്ക് കൈമാറുന്നതിന് മുമ്പ് ആരാണോ ഗ്രീവൻറ്റ് അയാളോട് ഇത് പറഞ്ഞിരിക്കണം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ റൈറ്റാണ്. വിഡ്രോ ദെയർ കംപ്ലൈൻറ്റ് ആൻഡ് നോട്ട് പ്രൊസീഡ്. അദ്ദേഹത്തിന് താൻ ഉയർത്തിയിട്ടുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ, താൻ ഉയർത്തിയിട്ടുള്ള കംപ്ലൈൻറ്റ് എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്യാനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഗ്രീവൻറ്റ്. എന്തൊക്കെയാണ് ഒരു ഗ്രീവൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഇതുവരെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് ഡിസ്ക്ലോസ് ദെയർ ഐഡൻറ്റിറ്റി ഇഫ് ദേ വിഷ് ആക്ഷൻ ടു ബി ടേക്കൺ. നമ്മളെ ഐഡൻറ്റിറ്റി, അവരുടെ ഐഡൻറ്റിറ്റി എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് എന്നുള്ളതാണ്. ഇഫ് ദേ വിഷ് ആക്ഷൻ ടു ബി ടേക്കൺ. പുട്ട് ദെയർ ഗ്രീവൻസ് ഇൻ റിട്ടൺ ഇഫ് ഇറ്റ് ഈസ് ഓഫ് എ സീരിയസ് നേച്ചർ. അതെന്ത് ചെയ്യണം, റിട്ടൺ ആയിരിക്കണം എന്നുള്ളതാണ്. എഴുതിയിട്ട് തന്നെ ഗ്രീവൻസ് സമർപ്പിക്കണം എന്നുള്ളതാണ്. പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗിവൺ റെസൊല്യൂഷൻ പ്രോസസ് ഇൻ ഗുഡ് ഫെയ്ത്ത്. നല്ല രീതിയിൽ അതിൻ്റെ പ്രൊസീജിയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, സഹകരിക്കണം എന്നുള്ളതാണ്. അസിസ്റ്റ് ദ ഗ്രീവൻസ് ഹാൻഡ്ലർ ഇൻ റീച്ചിങ് സാറ്റിസ്ഫാക്ടറി റെസൊല്യൂഷൻ വെറെവർ പോസിബിൾ. അതിനു വേണ്ടിയിട്ട് ആ ഒരു പരാതി കൃത്യമായിട്ട് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രീവൻസ് ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ ആ പരാതി തീർക്കുന്നത് അവരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഡിസ്കസ് ദ ഗ്രീവൻസ് ഓൺലി വിത്ത് ദോസ് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ റിസോൾവിങ് ഇറ്റ്. അവോയ്ഡ് കംപ്ലൈനിങ് അബൌട്ട് ദ സെയിം മാറ്റർ ടു സെവറൽ ഡിഫറെൻറ്റ് പീപ്പിൾ അറ്റ് ദ സെയിം ടൈം. ഒരു പരാതി തന്നെ ഒരുപാട് കമ്പനിയിലെ ഒരുപാട് ആളുകളോട് പരാതി പറയാതിരിക്കുക എന്നുള്ളതും ഗ്രീവൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ് ഈസ്
ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ബൈ HR മാനേജർ. ഒരു HR മാനേജർ എങ്ങനെയാണ് ഒരു ഗ്രീവൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എൻഷുർ ദാറ്റ് ഹി ഈസ് ഫെമിലിയർ വിത്ത് ദ പ്രൊസീജിയർ ആൻഡ് അപ്ലൈഡ് കറക്റ്റ്ലി. ഗ്രീവൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് ഫെമിലിയർ ആണോ ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു HR മാനേജറുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഹോൾഡ് എനി ഗ്രീവൻസ് ഹിയറിംഗ് ഇൻ പ്രൈവറ്റ് വിത്തൗട്ട് ഇൻട്രപ്ഷൻ. ഹോൾഡ് എനി ഗ്രീവൻസ്, ഏതെങ്കിലും ഗ്രീവൻസ്, ഏത് ഗ്രീവൻസ് ആയാലും അത് ഹിയർ ചെയ്യുന്നത് ഒരു മറ്റൊരാളിൽ നിന്ന് ശുപാർശകളൊന്നും മേടിക്കാതെ ആയിരിക്കണം എന്നുള്ളതാണ്. Where a grievance relates to the person, line manager ensure that the employee can raise the grievance with someone else. Listen carefully to the previous provisions explanation of the problem and consider whether there is a deeper issue which might be the correct cause of the grievance. നമ്മുടെ ഗ്രീവൻസിന് എന്താണോ അത് കൃത്യമായിട്ട് കേൾക്കാനുള്ള, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഒരു HR മാനേജറുടെ കാര്യം. ലിസൺ ടു എനി കോൺഫ്ലിക്റ്റിംഗ് പോയിൻറ്റ്സ് ഓഫ് വ്യൂ. ആ ഗ്രീവൻസിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പോയിൻ്റ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഡിസൈഡ് വാട്ട് ആക്ഷൻ ടു ടേക്ക്. എന്നതിന് ശേഷം നമ്മൾ പരാതി കേട്ടതിന് ശേഷം അത് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള എന്താണ് അതിൻ്റെ കോൺഫ്ലിക്റ്റിംഗ് പോയിൻ്റ് എന്നുള്ളത് കണ്ടെത്തി. എന്നതിനു ശേഷം ഡിസൈഡ് വാട്ട് ആക്ഷൻ ടു ടേക്ക്. എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യുക. ഇൻഫോം ഓൾ കൺസേൺഡ് പാർട്ടീസ് ഓഫ് യുവർ ഡിസിഷൻ ആൻഡ് ദ അപ്പീൽ പ്രോസസ്. ആരാണോ ഗ്രീവൻസ് ഹാൻഡ്ലർ, ആ ഒരു ഗ്രീവൻസ് ഹാൻഡ്ലർ തൻ്റെ ആക്ഷൻസ്, തൻ്റെ ഡിസിഷൻ എന്താണെന്നുള്ളത് ആരൊക്കെയാണോ കൺസേൺഡ് പാർട്ടീസ്, നമ്മൾ ഓണേഴ്സ് ആയിരിക്കും, ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും, ഇവർക്ക് കൈമാറാന്നുള്ളതാണ്. നെക്സ്റ്റ്, എൻഷുർ യുവർ റിസോൾവ് എനി പ്രോബ്ലം റിലേറ്റിംഗ് ടു പോളിസീസ്, പ്രൊസീജിയർ, കണ്ടക്ട് വേർ ദി ഗ്രീവൻസ് പ്രൊസീജിയർ ഹൈലൈറ്റ്സ് ദീസ്. കീപ് ദ പ്രോസസ് ഓഫ് കോൺഫിഡൻഷ്യൽ ആസ് പോസിബിൾ. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ച്, അതേപോലെ തന്നെ പ്രൊസീജിയറിനനുസരിച്ച് എല്ലാം നമ്മൾ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് എല്ലാം നമ്മുടെ കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ചും, അതുപോലെ തന്നെ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കോൺഫിഡൻഷ്യൽ ആസ് പോസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ആബ്സെൻറ്റിസം. എന്താണ് ആബ്സെൻറ്റിസം എന്നുള്ളതാണ് നമ്മൾ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് ആബ്സെൻറ്റിസം. Absenteeism is the chronic or continued failure of employees to attend for duty, especially when the pattern of absenteeism indicates whether that the absent was avoidable or that they failed in their duty of the employer in accordance with their employee contract. ഒരു തൊഴിലാളി അദ്ദേഹത്തിൻ്റെ തൊഴിലിടത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഹാജരല്ലാതിരിക്കുക, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആബ്സെൻറ്റിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ആബ്സെൻറ്റിസത്തിനുള്ള അല്ലെങ്കിൽ ആബ്സെൻ്റ് ആവാനുള്ള കാരണം വെച്ചിട്ട് ആ എംപ്ലോയർ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാറുണ്ട്, അവരെ പിരിച്ചുവിടാറുണ്ട്. കാരണം എംപ്ലോയി കോൺട്രാക്റ്റിനെതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആബ്സെൻറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, കാര്യകാരണങ്ങളില്ലാതെ ലീവ് എടുക്കുകയാണെങ്കിൽ അവരെ പുറത്താക്കാനുള്ള റൈറ്റും ഉണ്ട്. നെക്സ്റ്റ് ഇസ് ഡിസിപ്ലിൻ. Discipline may be considered as the force that form individuals or groups to observe rules, regulations, standards and procedure deemed necessary for an action. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതെന്താണ്, ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ കൃത്യമായിട്ട് അവിടുത്തെ തൊഴിലാളികൾ, അവിടുത്തെ വർക്കേഴ്സ്, എംപ്ലോയേഴ്സ് എല്ലാവരും ഇൻഡിവിജ്വൽ ആവട്ടെ ഗ്രൂപ്പ് ആവട്ടെ, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ച്, അവിടുത്തെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച്, അവിടുത്തെ പ്രൊസീജിയറിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്.
ഇനി അപ്രോച്ചസ് ടു ഡിസിപ്ലിൻ, 2 അപ്രോച്ചസ് ആണുള്ളത്. ട്രഡീഷണൽ അപ്രോച്ചും പോസിറ്റീവ് അപ്രോച്ചും. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the traditional progressive discipline model instructs the supervisor to begin problem solving process by including defined coaching and counseling. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ളതും അതുപോലെ തന്നെ എല്ലാം ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള. ഈ ട്രഡീഷണൽ അപ്രോച്ചിൽ ഡിസിപ്ലിൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ഓറൽ വാണിംഗ് ആയിരിക്കും. സെക്കൻഡ് കൊടുക്കുന്നത് റിട്ടൺ വാണിംഗ് കൊടുക്കും. ദെൻ പ്രോബ്ലം അവർ കംപ്ലൈൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യുകയാണ്. ട്രഡീഷണൽ അപ്രോച്ചിൽ ഡിസിപ്ലിൻ തെറ്റിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ഓറൽ വാക്കാലെ അവർക്ക് എന്ത് ചെയ്യും, വാണിംഗ് കൊടുക്കും. രണ്ടാമത്തെ വാണിംഗ് റിട്ടൺ ആയിരിക്കും. മൂന്നാമത്തത് സൂപ്പർവൈസർ എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. നാലാമത്തത് അവരെന്ത് ചെയ്യും, എംപ്ലോയീസിന് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ ഒഴിവാക്കും, ഡിസ്മിസ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് പോസിറ്റീവ് അപ്രോച്ച്. പോസിറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ട്രഡീഷണൽ അപ്രോച്ചസ്, ദിസ് ന്യൂ അപ്രോച്ച് വാസ് പ്രോഗ്രസീവ്. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം തന്നെ എന്താ പ്രോഗ്രസീവ് ആണ്. ആസ് പ്രോബ്ലം ബിക്കം മോർ സീരിയസ് ദ റെസ്പോൺസ് ബിക്കം മോർ സീരിയസ്. അതായത് പ്രോബ്ലം, പോസിറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മളുണ്ടാക്കുന്ന ഇൻഡിസിപ്ലിനായിട്ടുള്ള ആക്ടിവിറ്റീസ് അനുസരിച്ചായിരിക്കും നമ്മൾക്കെതിരെയുള്ള റെസ്പോൺസും, അതായത് നമ്മൾക്കെതിരെ ഉയർത്തുന്ന ആ ഒരു നടപടികളും ശിക്ഷാ നടപടികളും അതുപോലെ ആയിരിക്കും എന്നുള്ളതാണ്. ദ ന്യൂ പ്രൊസീജിയർ എലിമിനേറ്റഡ് വാർണിംഗ്സ് ആൻഡ് റെപ്രിമെൻസ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് അപ്രോച്ചിൽ അവിടെ പരാതി സ്വീകരിക്കുക അല്ലെങ്കിൽ ഓറലായിട്ടുള്ള വാക്കാലുള്ളതോ അതുപോലെ തന്നെ റിട്ടൺ ആയിട്ടുള്ള റെപ്രിമെൻസോ താക്കീതോ വാണിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നേരിട്ട് നടപടിക്രമങ്ങളിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഇത് പ്രകാരം പോസിറ്റീവ് അപ്രോച്ച് പ്രകാരം ജുഡീഷ്യൽ അപ്രോച്ച് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച് ഉണ്ട്, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ഉണ്ട്, ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച്, ലീഡർഷിപ്പ് അപ്രോച്ച്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ജുഡീഷ്യൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് അപ്രോച്ച് എവിഡൻസ് ഈസ് carefully weighted on the basis of this nature of offense in particular situation is determined and all steps prescribed for disciplinary procedure is taken. The offender of given opportunity express his concerns and can appeal for mercy. This is a fair process. At the same time it is time to consuming. ജുഡീഷ്യൽ അപ്രോച്ചിൽ ഒരുപാട് സമയമെടുക്കും. കാരണം ജുഡീഷ്യൽ അപ്രോച്ച് പ്രകാരം നമ്മൾ ഇൻഡിസിപ്ലിനായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിക്രമങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. കാരണം അതിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള അന്വേഷണ പ്രക്രിയയിലൂടെ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റകൃത്യം തെളിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിനെതിരെ ഇൻഡിസിപ്ലിനായിട്ടുള്ള ആക്ടിവിറ്റീസിനെതിരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ആസ് പെർ ദിസ് അപ്രോച്ച് ദ ഒഫൻഡർ ഈസ് ട്രീറ്റഡ് ആസ് ഹ്യൂമൻ ബീങ്. ഈ ഒരു ഇതിൽ ഹ്യൂമൻ ബീങ് എന്താണ്, ഒരു ഒഫൻഡർ ആരാണോ ആ ഒരു ഒഫൻസ് ചെയ്തത്, ആ തെറ്റ് ചെയ്തത്, അദ്ദേഹം ട്രീറ്റഡ് ആസ് ഹ്യൂമൻ ബീങ്. ദ ഒഫൻസ് മെയ്ഡ് ബൈ ദ ഒഫൻഡർ ഈസ് എക്സാമിൻഡ് ബൈ ദ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്. മനുഷ്യത്വത്തിൻ്റെ ഗ്രൗണ്ടിലായിരിക്കും അദ്ദേഹത്തിനെതിരെയുള്ള പരാതി അന്വേഷിക്കുന്നതും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതും. റൂൾസ് വയലേറ്റഡ് ഡ്യൂ ടു ഇൽനെസ് ഓഫ് ഹിസ് ഫാമിലി. അതായത് ഇപ്പോൾ നമ്മുടെ ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു എംപ്ലോയറുടെ ഫാമിലി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം തൊഴിലിടത്തിൽ എന്ത് ചെയ്യുക, റൂൾസ് വയലേറ്റ് ചെയ്തു. അതായത് ഇപ്പോൾ വീട്ടിൽ രോഗിയായിട്ടുള്ള ഒരു അച്ഛനുണ്ടെങ്കിൽ തൊഴിലിടത്തിലേക്ക് നമ്മൾ എത്തേണ്ട 10 മണിക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെയാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്. അണ്ടർ ദിസ് അപ്രോച്ച് എവറി എംപ്ലോയി ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇസ് കൺസിഡർഡ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇവിടെ നേരത്തെ നമ്മൾ മനുഷ്യത്വപരമായിട്ടുള്ള ഇവിടെ മനുഷ്യത്വം എന്നുള്ളതല്ല,
എല്ലാ ഇതിനെയും നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച്. നെക്സ്റ്റ് ഇസ് ലീഡർഷിപ്പ് അപ്രോച്ച്. ഇത്രയും കാര്യങ്ങളാണ് പോസിറ്റീവ് അപ്രോച്ച് പ്രകാരം നമ്മൾ നടപടിക്രമങ്ങൾ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് കോസസ് ഓഫ് ഡിസിപ്ലിൻ. സം കോമൺ ഇൻസിഡൻസ് മിസ്കണ്ടക്ട് ആർ ദ ഫോളോയിങ്. ഡിസിപ്ലിന് അല്ലെങ്കിൽ ഒരു മിസ്കണ്ടക്റ്റിന് ചില സാധാരണ കാരണങ്ങൾ എന്നുള്ളതാണ്. കോമൺ ആയിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ആബ്സെൻസ്, അതേപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, ഹരാസ്മെൻറ്റ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ്, പേഴ്സണൽ അപ്പിയറൻസ്, പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റീസ്, ടൈം കീപ്പിംഗ്. അതായത് സെക്ഷുവലായിട്ടുള്ള ഹരാസ്മെൻറ്റ് കൊണ്ട്, ഡിസ്ക്രിമിനേഷൻ വേർതിരിവ് കൊണ്ട്, ആബ്സെൻസ് കൊണ്ട്, ഇതെല്ലാം ഡിസിപ്ലിനറി ആക്ഷന് കാരണമാവും. ഇതെല്ലാം ഒരു തരത്തിൽ മിസ്കണ്ടക്റ്റാണ് എന്നുള്ളതാണ്. ഇനി ഗ്രോസ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഡിസിപ്ലിനറി ആക്ഷൻസ് വരാനുള്ള കാരണങ്ങളാണ്. അല്ലെങ്കിൽ ഗ്രോസ് മിസ്കണ്ടക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഡ്രഗ് അബ്യൂസ്, ഫൈറ്റിംഗ് അറ്റ് വർക്ക്, തൊഴിലിടത്തിൽ തല്ലുകൂടുക, ഡ്രഗ് അബ്യൂസ്, ഫ്രോഡ്, ഗ്രോസ് നെഗ്ലിജൻസ്, തെഫ്റ്റ്, കളവ് നടത്തുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വലിയ ഒരു മിസ്കണ്ടക്റ്റായിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഇസ് കോഡ് ഓഫ് ഡിസിപ്ലിൻ. എന്താണ് കോഡ് ഓഫ് ഡിസിപ്ലിൻ? ദ മാനേജ്മെൻറ്റ് ഹാസ് ടു ഡ്രോ അപ്പ് റൂൾസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ഓർഡർ ടു മേക്ക് ദ ഡിസിപ്ലിനറി പ്രൊസീജിയർ മോർ ട്രാൻസ്പെറൻറ്റ്. Make sure these rules are fair, clearly written and reflect the needs of organization. കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ മുന്നേ കൂട്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. എന്തിനു വേണ്ടിയിട്ട്? ഡിസിപ്ലിനറി പ്രൊസീജിയർ മോർ ട്രാൻസ്പെറൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതി വയ്ക്കുന്ന നമ്മുടെ കമ്പനിയുടെ ഡിസിപ്ലിൻസിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇതൊരു റിട്ടൺ ഫോമിലായിരിക്കും. റിഫ്ലക്റ്റ് ദ നീഡ് ഓഫ് ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷൻ്റെ നീഡിന് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിന് ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ്സ് എത്തിപ്പിടിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന തരത്തിലായിരിക്കും ആ ഒരു കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് എസെൻഷ്യൽസ് ഓഫ് ഗുഡ് ഡിസിപ്ലിനറി സിസ്റ്റം. എന്തൊക്കെയാണ് നല്ലൊരു ഡിസിപ്ലിനറി സിസ്റ്റംസിനുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള പോയിൻറ്റ്സ്? ഫസ്റ്റ് ആണ് പ്രോപ്പർ നോളജ് ഓഫ് റൂൾസ്. കൃത്യമായിട്ടുള്ള അറിവ്, റൂൾസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ഇസ് ക്വിക്ക് ആക്ഷൻ. പെട്ടെന്ന് എന്ത് ചെയ്യുക? ആക്ഷൻ എടുക്കുക. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഫെയർ ആക്ഷൻ, അത് നീതീകരിക്കുന്ന രൂപത്തിലുള്ള ആക്ഷൻ ആയിരിക്കണം എന്നതാണ്. വെൽ ഡിഫൈൻഡ് പ്രൊസീജിയർ, കൺസ്ട്രക്റ്റീവ് അപ്രോച്ച്, റിവ്യൂ. ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ലൊരു ഡിസിപ്ലിനറി സിസ്റ്റത്തിന് വേണ്ടത് എന്ന്. നെക്സ്റ്റ് ഈസ് പണിഷ്മെൻറ്റ്. എന്താണ് പണിഷ്മെൻറ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. പണിഷ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് either administering an unpleasant stimulus such as warning letter or a suspension, withholding a reward such as not granting scheduled pay increase because of an employee job deficiencies. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലാളിക്ക് അദ്ദേഹം വരുത്തുന്ന തൊഴിലിടത്തിലെ ഇപ്പോൾ തൊഴിലിടത്തിൽ വരുത്തുന്ന പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ഡിസിപ്ലിൻ തെറ്റിക്കുന്നതിന് അദ്ദേഹത്തിന് കിട്ടുന്ന ശിക്ഷയാണ് നമ്മൾ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അത് സസ്പെൻഷൻ ആയിരിക്കാം, അവരുടെ റിവാർഡുകൾ പിടിച്ചു വെക്കുന്നതായിരിക്കാം, അങ്ങനെ വേണ്ട അവരുടെ ഗ്രാൻഡിങ് അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷൻ തടയുക, ഇതെല്ലാമായിരിക്കാം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. മൈനർ പണിഷ്മെൻ്റ് ഉണ്ട്, മേജർ പണിഷ്മെൻ്റ് ഉണ്ട്. മൈനർ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഓറൽ റിപ്രിമെൻ്റ് ആണ്. മൈനർ പണിഷ്മെൻറ്റിൽ ഫസ്റ്റ് വൺ, അതായത് വാക്കാൽ താക്കീത് നൽകുക എന്നുള്ളതാണ്. ഒരാൾ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വാക്കാൽ താക്കീത് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് റിട്ടൺ റിപ്രിമെൻറ്റ്. റിട്ടൺ റിപ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിക്കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത വയലേഷനായിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹത്തിന് റിട്ടൺ ആയിട്ടുള്ള എഴുതി താക്കീത് നൽകുക എന്നുള്ളതാണ്.
ലോസ് ഓഫ് പ്രിവിലേജസ് ആൻഡ് ഫൈനസ്. ലോസ് ഓഫ് പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ എംപ്ലോയീസ് കമ്മിറ്റ് സം സീരിയസ് ഒഫൻസ് ദെൻ ദ ഓർഗനൈസേഷൻ സ്റ്റോപ്പ് സർട്ടൻ പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ഹിം ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന പ്രിവിലേജസ് എന്ത് ചെയ്യുക, തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. ഇനി ഫൈനസ് എന്ന് പറഞ്ഞാൽ സംടൈംസ് ദ കമ്പനി മേ ഫൈൻ ദ എംപ്ലോയി ഫോർ ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് സർട്ടൈൻ ഒഫൻസ്. ദിസ് എമൗണ്ട് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഹിസ് വേജസ്. ഇത് അവർക്ക് എന്ത് ചെയ്യുക, ഫൈന് നൽകുക എന്നുള്ളതാണ് നാലാമത്തത്. ഫൈന് നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ വേജിൽ നിന്ന് അതെന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് മേജർ പണിഷ്മെൻറ്റ്. വിത്ത് ഹോൾഡിങ് ഇൻക്രിമെൻറ്റ് എന്നുള്ളതാണ് മേജർ പണിഷ്മെൻറ്റിൻ്റെ ഫസ്റ്റ്. അതായത് അവരുടെ ഇൻക്രിമെൻറ്റ് തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് സസ്പെൻസ് ചെയ്യുക, ഡിമോഷൻ, അതായത് അവരുടെ നിലവിലുള്ള സ്ഥാനത്ത് നിന്ന് താഴ്ത്തുക, ഡിസ്ചാർജ് ചെയ്യുക, ഒഴിവാക്കുക, അവരുടെ എന്തെങ്കിലും ചാർജ്, ഒരു ലീഡർഷിപ്പ് ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി നിർത്തുക, ഡിസ്മിസ് ചെയ്യുക, കമ്പനിയിൽ നിന്ന് ഒഴിവാക്കുക. സ്റ്റാൻഡേർഡ് ഡിസിപ്ലിനറി പ്രൊസീജിയർ. എന്താണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്താണ്? അതിൻ്റെ പ്രൊസീജിയർ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കംപ്ലൈൻറ്റ് ഇൻ റൈറ്റിംഗ്, അത് റിട്ടൺ ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. മീറ്റിംഗ് വിത്ത് എംപ്ലോയീസ്. രണ്ടാമത്തെ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് റിട്ടൺ ആയിട്ടുള്ള ഫോർമാറ്റിൽ അദ്ദേഹം ചെയ്ത വയലേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം അവരുമായിട്ട് അതിൻ്റെ കാരണങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയിയുമായിട്ട് എന്ത് ചെയ്യുക, ആ എംപ്ലോയിയുമായിട്ട് മീറ്റിംഗ് കണ്ടെത്തുക, എന്നിട്ട് നടപടി എടുക്കുക. അതിനുശേഷം തൊഴിലാളിക്ക് അപ്പീൽ, മൂന്നാമത്തെ സ്റ്റേജിൽ ആ ഒരു തൊഴിലാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപ്പീൽ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഹോട്ട് സ്റ്റൗ റൂൾ. എന്താണ് ഹോട്ട് സ്റ്റൗ റൂൾ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് ഹോട്ട് സ്റ്റൗ? ദിസ് റൂൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ കൺസെപ്റ്റ് ദാറ്റ് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ഹാവ് ദ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആസ് ദ പെനാൽറ്റി ഇഫ് എ പേഴ്സൺ റിസീവ്സ് ഫ്രം ടച്ചിങ് എ ഹോട്ട് സ്റ്റൗ. ദാറ്റ് ഈസ് ദ ഡിസിപ്ലിൻ ഷുഡ് ബി ഇമ്മീഡിയറ്റ് കൺസിസ്റ്റൻറ്റ്. ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റൗവിൽ ഒരു തീയിൽ തൊട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണോ നമ്മൾക്ക് ആക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ കിട്ടുന്നത്, അതുപോലെ ആയിരിക്കണം ഡിസിപ്ലിൻ തെറ്റിച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഹോട്ട് സ്റ്റൗ റൂൾ പറയുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, പേഴ്സണൽ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഹോട്ട് സ്റ്റൗ. ദിസ് റൂൾ പ്രൊവൈഡ്സ് ഫോർ ഡിസിപ്ലിൻ ബേസിക്സ്. ഇത് എന്തൊക്കെയാണ് നമ്മൾക്ക്? ദ സ്റ്റൗ പ്രൊവൈഡ്സ് എ വാണിംഗ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം സ്റ്റൗ, ഈ ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്നതും സ്റ്റൗ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്ക് വാണിംഗ് പ്രൊവൈഡ് ചെയ്യും. ദ സ്റ്റൗ ഈസ് കൺസിസ്റ്റൻറ്റ്. സ്റ്റൗ എപ്പോഴും എന്താണ്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ദ സ്റ്റൗ ബേൺസ് ഇമ്മീഡിയറ്റ്ലി. സ്റ്റൗ പെട്ടെന്ന് കത്തിപ്പിടിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആക്ഷൻസ് എന്തായിരിക്കണം, പെട്ടെന്ന് ചെയ്യണം. ദ സ്റ്റൗ ഈസ് ഇംപേഴ്സണൽ. സ്റ്റൗ ഒരിക്കലും പേഴ്സണൽ അല്ല, എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ. ആര് പോയി തീയിൽ തൊട്ട് കഴിഞ്ഞാലും നമ്മൾക്ക് എന്തായിരിക്കും, ചൂടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ റിയാക്ഷൻ പെട്ടെന്ന് കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ തൊഴിലിടത്തിലെ ഡെമോക്രസി, തൊഴിലിടത്തിലെ ജനാധിപത്യത്തിൽ പ്രമുഖമായിട്ടുള്ള ഒരു പോയിൻ്റാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഡിസിഷനിൽ വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്നുള്ളത്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഓഫ് എ ഫോഴ്സ് ടു പാർട്ടിസിപ്പേഷൻ ഓഫ് നോൺ മാനേജീരിയൽ എംപ്ലോയീസ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മാനേജീരിയൽ ആയിട്ടുള്ള തൊഴിലാളികളെ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഈസ് ആൾസോ നോൺ ആസ് ലേബർ പാർട്ടിസിപ്പേഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ലേബർ പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയി ഓർ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനെ നമ്മൾ എന്തെന്ന് തന്നെ പറയും, ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഓർ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നും പറയും. Worker participation in management implies mental and emotional involvement of workers in the management of enterprise. നമ്മുടെ ഓർഗനൈസേഷനെ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൽ
കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഒരു എംപ്ലോയിക്ക് മെൻ്റലായിട്ടും ഇമോഷണലായിട്ടും നൽകുക എന്നുള്ളതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ള ആശയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. Participation means mental and emotional involvement rather than mere physical presence. ഫിസിക്കൽ പ്രസൻസിനേക്കാൾ ഉപരി ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൽ ഫിസിക്കൽ പ്രസൻസിനേക്കാൾ ഉപരി ഇമോഷണലായിട്ടും മെൻ്റലായിട്ടും ബുദ്ധിപരമായിട്ടും ഫിസിക്കലായിട്ടും എല്ലാ കാര്യം കൊണ്ടും പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് നോട്ട് ആസ് എൻ ഇൻഡിവിജ്വൽ ബട്ട് ആസ് കളക്റ്റീവ്ലി ആസ് എ ഗ്രൂപ്പ് ത്രൂ ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. മാനേജ്മെൻറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല, പകരം ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതെങ്ങനെയായിരിക്കും? കളക്റ്റീവ് ആസ് എ ഗ്രൂപ്പ് ത്രൂ ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും ആ ഒരു ഡിസിഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്തായിരിക്കാം? അത് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോർമൽ ആയിരിക്കാം ഓർ ഇൻഫോർമൽ ആയിരിക്കാം. ഇൻ ബോത്ത് ദ കേസസ് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺസൾട്ടേഷൻ whereby employees express their opinions. മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസിൽ ഫോർമലായിട്ടോ ഇൻഫോർമലായിട്ടോ അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ ഐഡിയാസ്, അവരുടെ കൺസൾട്ടേഷൻ പറയുക അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദർ ക്യാൻ ബി എ 5 levels ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. 5 തരത്തിൽ അല്ലെങ്കിൽ 5 ലെവലിലുള്ള പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് ആണുള്ളത്. ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ് ദ എംപ്ലോയീസ് ആർ ഏബിൾ ടു റിസീവ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്രസ് ദെയർ വ്യൂസ്. ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻസ്, ഇൻഫർമേഷൻസ്, അതിൻ്റെ ഇൻഫർമേഷൻ തൊഴിലാളികൾക്ക് ലഭിക്കുകയും ആ തൊഴിലാളി, എംപ്ലോയി, വർക്കേഴ്സ് അവരുടെ ഒപ്പീനിയൻ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. കൺസൾട്ടേറ്റീവ് ഇമ്പോർട്ടൻസ്. Hence, here workers are consulted on the matters of employee welfare such as work. കൺസൾട്ട് ചെയ്യുക, വർക്കേഴ്സാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ കൺസൾട്ട് ചെയ്യുന്നത്. എന്തിനെക്കുറിച്ച്? വർക്കേഴ്സിൻ്റെ ഹെൽത്തിനെ കുറിച്ച്, വർക്കേഴ്സിൻ്റെ സേഫ്റ്റിയെ കുറിച്ച്, വർക്കേഴ്സിൻ്റെ കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ. നെക്സ്റ്റ് ഈസ് അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് കൺസൾട്ടേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇത് കൺസൾട്ടേറ്റീവ് ഇതിൻ്റെ ഒരു എക്സ്പെൻഷനാണ്. അതായത് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? മോറൽ അപ്ലിക്കേഷൻ ടു അക്സെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ദ anonymous decisions of the employer. Under this method, managers and workers jointly take decision. അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ്റെ അണ്ടറിൽ മാനേജേഴ്സും വർക്കേഴ്സും കൃത്യമായിട്ട് അവർ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഡിസിഷൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഗ്രേറ്റർ ഷെയർ ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസ്ചാർജ് ഓഫ് മാനേജീരിയൽ ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷനിലാണ് ഏറ്റവും കൂടുതലായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷനിലാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ. ഹയസ്റ്റ് ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ വേർ ഡിസിഷൻസ് ആർ ജോയിൻ്റ്ലി ടേക്കൺ. ഡിസിസീവ് പാർട്ടിസിപ്പേഷനിലാണ് ഏറ്റവും കൂടുതൽ അവർ ജോയിൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്? To establish industrial democracy to build most dynamic human resources. തൊഴിലിടത്തിലെ ജനാധിപത്യം ഉറപ്പിക്കുക അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും, അതായത് പ്രവർത്തന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഡിസിഷൻസ്, അവരുടെ ഒപ്പീനിയൻസ് പറയാനുള്ള സ്വാതന്ത്ര്യം. ടു ബിൽഡ് ദ മോസ്റ്റ് ഡൈനാമിക് ഹ്യൂമൻ റിസോഴ്സസ്. മോസ്റ്റ് ഡൈനാമിക് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ ബിൽഡ് ചെയ്യുക. ടു സാറ്റിസ്ഫൈ ദ വർക്കേഴ്സ് സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ്. വർക്കേഴ്സിൻ്റെ സോഷ്യലായിട്ടുള്ളതും എസ്റ്റീമായിട്ടുള്ള നീഡ്സ്, അവരുടെ സേഫ്റ്റി നീഡ്സും സോഷ്യൽ നീഡ്സ്, അവരുടെ വീട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു സ്ട്രെങ്തൻ ലേബർ മാനേജ്മെൻറ്റ് കോപ്പറേഷൻ. നമ്മൾ ലേബർ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക?
ആ ഒരു സംഭവത്തെ. ആൻഡ് ദസ് മെയിൻറ്റെയിനിങ് ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി, ഓർഗനൈസേഷൻ്റെ പീസും ആ ഒരു സമാധാന രൂപത്തിൽ, അല്ലെങ്കിൽ അവിടെ പ്രോഡക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടു ഇൻക്രീസ് ദ പ്രോഡക്റ്റിവിറ്റി, അതേപോലെ തന്നെ അവിടെ നമ്മുടെ ഇൻഡസ്ട്രിയൽ സിറ്റുവേഷൻ പീസ്ഫുള്ളായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇതിൻ്റെ മെത്തേഡ് എന്നാണ്. ഫസ്റ്റ് വൺ, പാർട്ടിസിപ്പേഷൻ അറ്റ് ദി ബോർഡ് ലെവൽ. ബോർഡ് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളികൾ പങ്കെടുക്കുക. 1 or 2 റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് വർക്കേഴ്സ് ആർ നോമിനേറ്റഡ് ഓർ ഇലക്റ്റഡ് ടു ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് നമ്മുടെ തൊഴിലാളികളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് 1 or 2 ആളുകളെ തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുക. ഫോക്കസ് ഓഫ് വർക്കേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദി റിമൈനിങ് നമ്പർ ഓഫ് ദ ബോർഡ്. നെക്സ്റ്റ്, പാർട്ടിസിപ്പേഷൻ ത്രൂ ഓണർഷിപ്പ്. Workers are allowed to purchase shares of the company and thus they become company owners. പാർട്ടിസിപ്പേഷൻ ത്രൂ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കേഴ്സിന് നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങാനുള്ള പവർ നൽകുക എന്നുള്ളതാണ്, അലോ ചെയ്യുക, അവർക്ക് സമ്മതം കൊടുക്കുക എന്നുള്ളതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ത്രൂ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വർക്ക് കമ്മിറ്റി. വർക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ അനദർ form of work participation. Work committee are legal requirement in industrial establishment employing 100 more workers. Such committee discuss wide range of topics connected to labor welfare. 100-100-ലധികം ആളുകൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു വർക്ക് കമ്മിറ്റി ഉണ്ടാക്കി അതിൽ തൊഴിലാളികളുടെ വെൽഫെയർ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നത് എന്താണ്, മാനേജ്മെൻറ്റും വർക്കേഴ്സും കൂടി ചേർന്നിട്ടായിരിക്കണം എന്നുള്ളതാണ് വർക്ക് കമ്മിറ്റി പ്രകാരം അതിലെ വർക്കേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന പാർട്ടിസിപ്പേഷൻ. നെക്സ്റ്റ് ഇസ് പാർട്ടിസിപ്പേഷൻ ത്രൂ സജഷൻസ് ആൻഡ് സ്കീംസ്. തൊഴിലാളികൾ ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് തങ്ങളുടെ സജഷൻസും സ്കീംസും വെൽഫെയർ സ്കീംസും തൊഴിലിടത്തിലെ ഇൻസെൻറ്റീവ് സ്കീംസും തൊഴിലിടത്തിലെ തൻ്റെ വേജ് സാലറി സ്കീംസൊക്കെ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ ത്രൂ സജഷൻസ് ആൻഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഇനി പാർട്ടിസിപ്പേഷൻ ത്രൂ കളക്റ്റീവ് ബാർഗനിങ് ആണ് അഞ്ചാമത്തെ മെത്തേഡ്. കളക്റ്റീവ് ബാർഗനിങ് ഇസ് എ പ്രോസസ് ഓഫ് നെഗോസിയേഷൻ ബിറ്റ്വീൻ, നമുക്കറിയാം കളക്റ്റീവ് ബാർഗനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗോസിയേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് യൂണിറ്റ് ഓഫ് എംപ്ലോയീസ്, അല്ലേ, എംപ്ലോയറും നമ്മളുടെ തൊഴിലാളികളുടെ റെപ്രസെൻറ്റേറ്റീവ്സും തമ്മിലുള്ളതാണ് കളക്റ്റീവ് ബാർഗനിങ്. During a collective bargaining period, workers' representative approach the employer and attempt to negotiate a contract which the both sides can agree with. Through the process of collective bargaining, a management can, workers may reach collective agreement regarding rules for the formulation of termination. അതായത് കളക്റ്റീവ് ബാർഗനിങ്ങിലൂടെ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ടെർമിനേഷൻ എംപ്ലോയർ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് കളക്റ്റീവ് ബാർഗനിങ്ങിലൂടെ നമ്മൾ ഉയർത്തുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിലുള്ള ഇന്ന് നമ്മൾ പഠിച്ചത്. എന്താണ് ഗ്രീവൻസ് എന്നുള്ളതും ഗ്രീവൻസ് റിഡ്രസൽ എന്താണ് എന്നുള്ളതും അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഡിസിപ്ലിൻ, പണിഷ്മെൻറ്റ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇതോടുകൂടി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ എല്ലാ ചാപ്റ്ററും കഴിഞ്ഞു. താങ്ക് യു.